മാനവേന്ദ്ര സിംഗ് 39 വയസ്സ്, ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിലെ മുഖ്യൻ. ഉത്തർപ്രദേശ് സ്വദേശി, 6 കൊല്ലമായി മധ്യപ്രദേശിൽ താമസം. ഇപ്പോൾ ഭോപ്പാലിൽ ഹോട്ടൽ റിസപ്ഷനിസ്റ്റ്. പരാതിക്കാരൻ ബിനു കാർത്തികേയനിൽ നിന്നും ലഭിച്ചതിൽ 35 ലക്ഷം രൂപ എത്തിയത് മാനവേന്ദ്ര സിംഗിന്റെ അക്കൗണ്ടിലേക്ക്. ഈ പണം പിന്നീട് മറ്റു ചില അക്കൗണ്ടുകളിലേക്ക് മാറ്റി നിക്ഷേപിച്ചു. തട്ടിപ്പിന്റെ രീതി ഇങ്ങനെയായിരുന്നു. ക്രിപ്റ്റോ കറൻസി ട്രേഡ് നടത്തി ലാഭമുണ്ടാക്കാമെന്ന് പരസ്യം. ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനെ തുടർന്ന് പരാതിക്കാരൻ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗമായി. തുടർന്ന് അമേരി ട്രേഡ് എന്ന കമ്പനിയുടെ പ്രതിനിധികളെന്ന് അവകാശപ്പെട്ട് തെക്കേമല സ്വദേശിയെ നിരന്തരം ആളുകൾ ബന്ധപ്പെട്ടു. കഴിഞ്ഞ വർഷം ജൂലൈ 8 മുതൽ ഡിസംബർ 16 വരെ പല തവണകളിലായി 23 ലക്ഷം രൂപ നിക്ഷേപിച്ചു. മുടക്ക് മുതൽ ലാഭം ഇവ വ്യക്തമാക്കുന്ന വെബ്സൈറ്റ് സ്ക്രീൻഷോട്ട് നിക്ഷേപകന് അയച്ചു കൊടുത്തു. ഇത് വ്യാജമായി സൃഷ്ടിച്ചതായിരുന്നുവെന്ന് പിന്നീട് വ്യക്തമായി. പരാതിക്കാരിൽ നിന്നും ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് USDT എന്ന് പറഞ്ഞ ഒരു ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് നടത്തി $100 കൊടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ $1000 തിരികെ ലഭിക്കും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പരാതിക്കാരിൽ നിന്നും പല തവണകളായി ആദ്യം 23 ലക്ഷം രൂപ വാങ്ങുകയായിരുന്നു. തുക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട സമയം പ്രോസസിംഗ് ചാർജ്, OTP ചാർജ്, ഡെലിവറി ചാർജ്, ടാക്സ് എന്നിങ്ങനെ 23 ലക്ഷം രൂപ കൂടി തട്ടിയെടുത്തു. വസ്തുവകകൾ പണയപ്പെടുത്തിയാണ് പരാതിക്കാരൻ തുക സംഘടിപ്പിച്ചത്. മൊത്തത്തിൽ 46 ലക്ഷം രൂപ ആണ് നഷ്ടം വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാർച്ച് മാസത്തിലാണ് പരാതി കിട്ടിയത്. അന്ന് ഇവരെ ബന്ധപ്പെട്ട ഫോൺ നമ്പറുകളും പൈസ അയച്ച ബാങ്ക് അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് ഭോപ്പാലിലുള്ള 2 ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലായി. വഞ്ചിക്കപ്പെട്ടതായി വ്യക്തമായതോടെ 2024 മാർച്ചിലാണ് പരാതി നൽകുന്നത്. പ്രാഥമിക വിവരശേഖരണത്തിന് ശേഷം പ്രതികളുടെ സ്ഥലം കണ്ടെത്തുകയാണ് പോലീസ് ആദ്യം ചെയ്തത്. അന്വേഷണത്തിൽ മധ്യപ്രദേശ് സ്വദേശികളാണ് തട്ടിപ്പിന് പിന്നിലെന്ന് വ്യക്തമായി. മാനവേന്ദ്ര സിംഗിൻ്റെ അക്കൗണ്ടിലേക്ക് ഏകദേശം 35 ലക്ഷം രൂപയോളം ട്രാൻസാക്ഷൻ നടന്നതായിട്ട് ബാങ്ക് രേഖകൾ കാണിക്കുന്നുണ്ട്. ഈ പൈസ ഉടൻ തന്നെ മറ്റ് വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറിപ്പോയതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടുകളെ കുറിച്ചും കൂടുതൽ ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. തുടർന്ന് സർക്കിൾ ഇൻസ്പെക്ടർ CK മനോജന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം ഭോപ്പാലിന് പോയി. മാനവേന്ദ്ര സിംഗ് ജോലി ചെയ്യുന്ന ഹോട്ടൽ കണ്ടെത്തി. ശേഷം വെള്ളിയാഴ്ച രാത്രി താമസക്കാരെന്ന വ്യാജേന ഹോട്ടലിലെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.